salt and pepper. Bum 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 bum. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ വയനാടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ താമരശ്ശേരി ചുരം കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് കാണാം, കണ്ടോ, ഒരു മരം കണ്ടോ? ഇതാണ് ചെയിൻ മരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചങ്ങല മരം എന്ന് പറയും. അപ്പോൾ എന്താണ്, വരും നമുക്ക് ആ ചങ്ങലയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഞാൻ ഈ ട്രീൻ്റെ കഥ പറഞ്ഞുതരാം. നമ്മൾ പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവർ ഈ വയനാടെല്ലാം വന്നിട്ട് പിന്നെ കോഴിക്കോടേക്ക് പോകാനായിട്ട് അവർക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോഴേക്കും ഇവിടെയുള്ള ഒരു ട്രൈബൽ യുവാവ്, അതായത് കരിന്തണ്ടൻ എന്ന് പറയും, കരിന്തണ്ടൻ എന്ന് പറയുന്ന ട്രൈബൽ യുവാവ് ഈ ആടുകളെയും കൊണ്ട് ഈ ഡെയിലി താഴെ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ ഈ ചുരം പാതയിൽ താഴോട്ടിറങ്ങിയിട്ട് അദ്ദേഹം മേളിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് മാത്രം ഒരു വഴി അറിയാം, ഒരു പാത അദ്ദേഹം കണ്ടെത്തി. അത് ഈ ബ്രിട്ടീഷുകാർ കണ്ടെത്തുകയും എന്താണ് വഴിയെന്ന് ഈ കരിന്തണ്ടനോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനുശേഷം ഈ കരിന്തണ്ടൻ പറഞ്ഞ പ്രകാരം നിർമ്മിച്ച പാതയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വയനാട് ചുരം എന്ന് പറയുന്നത്, നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാത നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഈ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു നല്ല കാര്യത്തിന് ചെയ്ത ഒരാളെ എന്തിനാണ് ഈ വെടിവെച്ച് കൊന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഇത് ബ്രിട്ടീഷുകാരുടെ പേരിൽ അറിയപ്പെടണം. ഈ പാത വയനാട് ചുരം ഇത് ബ്രിട്ടീഷുകാർ ചെയ്തതാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വഴികാട്ടിയായിട്ടുള്ള കരിന്തണ്ടനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. പിന്നീട് ഇവിടെ സംഭവിച്ചതാണ് വളരെ കൗതുകകരമായ കാര്യങ്ങൾ. പിന്നെ ഇതുവഴി പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ഈ കൊക്കയിലേക്ക് മറിയാൻ തുടങ്ങി, ഒരുപാട് അപകടങ്ങൾ ഇവിടെ വർദ്ധിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടല്ലേ, നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം കൂടെ എന്താണിതെന്നൊക്കെ അറിയാനായിട്ട്, പ്രശ്നമൊക്കെ വയ്ക്കാനായിട്ട് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ പ്രശ്നം അറിയുന്ന സ്ഥലങ്ങളിൽ പോയി എന്താണ് ഇവിടുത്തെ ഈ അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുവെന്ന് അന്വേഷിച്ചപ്പോഴാണ് കരിന്തണ്ടൻ്റെ ഉപദ്രവങ്ങളാണ് ഈ കാണുന്നതെന്ന് അറിഞ്ഞു. അദ്ദേഹത്തിനെ അന്ന് ചതിച്ചതിന് അദ്ദേഹം തിരിച്ചു ചെയ്യുന്ന പ്രതികാരങ്ങളാണെന്ന് അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് അന്ന് കരിന്തണ്ടനെ ഈ മരത്തിൽ ആവാഹിച്ച് വള്ളിയിട്ട് ബന്ധിച്ചു എന്നാണ് വിശ്വാസം. പക്ഷേ പിറ്റേ ദിവസം സംഭവിച്ച അത്ഭുതം, ഈ വള്ളി അപ്രത്യക്ഷമായിട്ട് ഇവിടെ ഒരു ചെയിൻ പ്രത്യക്ഷപ്പെട്ടു. ആ ചെയിനാണ് ഈ കാണുന്നത്. ഇതുവഴി രാത്രിയൊക്കെ പോകുന്ന പലരും ഇവിടെ ഇറങ്ങി കാണിക്കേട്ടതൊക്കെ പോകാറുള്ളൂ. മോഹൻലാൽ വരെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മരം ഈ ചെയിൻ ഇപ്പോൾ നമുക്ക് കാണാം. ഈ മരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതോറും ഈ ചെയിനും ഇങ്ങനെ നീളം കൂടിക്കൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ ആ മരത്തിന് ഈ ചെയിനുമായിട്ട് ഇങ്ങനെ പൊങ്ങി പോകാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു കഥയിലൂടെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു കഥയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കരിന്തണ്ടനെ പ്രണമിച്ച് ഈ താമരശ്ശേരി ചുരത്തിന് കാരണക്കാരനായ കരിന്തണ്ടനെ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഹായ് പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ. യെസ്. പേര് അരുൺ. അരുൺ ഇവിടുത്തെ മാനേജർ. ഓ ഓക്കെ. അരുൺ ഇവിടെ നമ്മുടെ മൗണ്ടൻ ഡ്യൂ ഹോട്ടൽ ആൻഡ് റിസോർട്ടിന്റെ മാനേജറാണ് അല്ലേ? അതെ. ഇതിന്റെ ഓണേഴ്സ് ഒക്കെ MD ഇതിന്റെ ഓണർ വർക്കിംഗ് പാർട്ട്നേഴ്സ് ഫിറോസ് ഖാൻ പാറക്കൽ ആൻഡ് മിസ്റ്റർ സാലി പാറക്കൽ. അവരുണ്ടോ ഇവിടെ? ഇല്ല, ഇപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷൂട്ട് നടക്കില്ലേ? യെസ്, ഓഫ് കോഴ്സ്. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു കിടിലൻ ഷെഫ് ഉണ്ടെന്നൊക്കെ കേട്ടു. ഷെഫിനെയും കാണണം. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത്? നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ളത് മൾട്ടി കുഷൻ റെസ്റ്റോറന്റ് ആൻഡ് ഹണിമൂൺ കോട്ടേജ്, നാച്ചുറൽ വാട്ടർഫാൾസ്. ഇതിനകത്തൂടെ ആൻഡ് സ്വിമ്മിംഗ് പൂൾ, നോർമൽ AC റൂംസ്,
ആൻഡ് സൂപ്പർ മാർക്കറ്റ്. പിന്നെ സൈഡ് സീയിങ് കുറെ കാഴ്ചകളൊക്കെ ഉണ്ടാവും അല്ലേ? ഇതിപ്പോ നമ്മൾ കയറി വരുന്ന വഴിക്ക് നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടില്ലല്ലേ? ഇല്ല തുടങ്ങിയിട്ടില്ല. സെക്കൻഡ് ഹെയർ പിൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ രണ്ടാം വളവ് തുടങ്ങുന്നത്. കറക്റ്റ് ഈ സ്ഥലത്തിന് എന്താ പറയണേ? ഇത് രണ്ടാം വളവ് അടിവാരം. അപ്പൊ നിങ്ങള് ഇവിടത്തെ കുറെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് കുറച്ച് പുതിയ പരസ്യമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോഴേക്ക് ഞാൻ അടുപ്പത്തെന്തെങ്കിലും വെക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഗംഭീരമാണ് കേട്ടോ ഇവിടുത്തെ ഷെഫ്. ഞാൻ അവിടെ പോട്ടെ. ഷെഫ് എവിടെ ഉള്ള? ഷെഫ് അതാ കിച്ചണിലുണ്ട്. ആണോ? നിങ്ങൾ എവിടെ വരും? നിങ്ങൾ പോ. പാചകകലയിലെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ് നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത്, ലത മാഡം. ഈ മാഡത്തെക്കുറിച്ച് ഇപ്പോൾ സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, മാഡത്തെ പലർക്കും അറിയായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫാണ്, പ്രൊഫഷണൽ വനിതാ ഷെഫാണ് ഈ നിൽക്കുന്നത്. നമുക്കൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ മാഡം ഒരു പുലിയാണ് കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം വഴിയേ പറഞ്ഞുതരാം. മാഡം തന്നെ പറയും ചില കാര്യങ്ങൾ. മിണ്ടാ നിൽക്കുകയാണെന്നേ ഉള്ളൂ. എന്താ ഉണ്ടാക്കാൻ പോണേ? അതിന്റെ പേര് ഹൈ റേഞ്ച് ചിക്കൻ. രണ്ട് ടൈപ്പിൽ അത് നമുക്ക് ചിന്തിക്കാം. ഒന്ന് ഹൈ റേഞ്ചിലുള്ള ലെവല് മാറിയിട്ടുള്ള, പിന്നെ ഒന്ന് ഹൈ റേഞ്ച് എന്ന് പറയുന്നത് ഉയരം കൂടുന്തോറും. എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ടൊമാറ്റോ, പെപ്പർ, ചിക്കൻ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സാൾട്ട്, ടർമറിക് പൗഡർ, ഓണിയൻ, കറി ലീഫ്, ആ ചില്ലി, ഫ്രൈഡ് കോക്കനട്ട്, ക്രഷ്ഡ് ഫെനൽ, കൊറിയാണ്ടർ ലീഫ്, ലെമൺ, ചില്ലി ക്രഷ് ചെയ്തത്, കാഷ്നട്ട്. അങ്ങനെ നമ്മുടെ സ്റ്റൗ കത്തിച്ചു. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു, വളരെ കുറച്ച് നമ്മൾ ഓനിയൻ ഇട്ടു, വളരെ കുറച്ച് ടൊമാറ്റോ, ചോപ്ഡ് ഓണിയനിലേക്ക് കുറച്ച് ടൊമാറ്റോയും കൂടെ ചേർത്തു. കറക്റ്റായിട്ട് പറഞ്ഞാൽ 1 സ്പൂൺ ടൊമാറ്റോ, കുറച്ച് കറി ലീഫ് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തു. ഇത് എത്ര ചിക്കന് വേണ്ടിയിട്ടാണ്? ഇത് 1/2 kg. ഹാഫ് ഡൺ ആവുമ്പോൾ, ഹാഫായിട്ട് കുക്കാവുമ്പോൾ, ഓനിയനും ടൊമാറ്റോയും നമുക്ക് ഹാഫ് കുക്കാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വളരെ കുറച്ച്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചിക്കനാണ്. ഓ, ചിക്കൻ നേരത്തെ ഇറങ്ങുകയാണല്ലേ? അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയപ്പം അടുത്ത സ്റ്റെപ്പ് ചിക്കൻ മസാല പൗഡർ, അത് 1 ടീസ്പൂൺ നിറച്ചതിനിട്ടു. മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, അതൊരു ശകലം, ഒരു ഹാഫ്. സോൾട്ട്, കാശ്മീരി മുളക്, കാശ്മീരി ചില്ലിയാണത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് അല്ലേ? കുറച്ച് ഫെനൽ, ഒരു നാരങ്ങേനെ അതിൻ്റെ ഒരു ചെറിയ പീസ്, ഒരു വെഡ്ജ് എടുത്തിട്ട്. മാഡത്തിൻ്റെ കുക്കിംഗ് മാന്ത്രികത എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരുപാട് പ്രശസ്തരൊക്കെ വന്ന് ആരാധനയോടെ കഴിച്ചിട്ടുണ്ടല്ലേ? എടുത്തു പറയാവുന്നത് മോഹൻലാൽ അല്ലേ, പിന്നെ ഡോക്ടർ പിള്ളെ, പിന്നെ നമ്മുടെ ഒരുപാട് മുഖ്യമന്ത്രി, അങ്ങനെ ഒരുപാട് പേര് മാഡത്തിന്റെ കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കാഷ്നട്ട്, അതിലേക്ക് കാഷ്നട്ട് പേസ്റ്റ് അല്ല, സാധാരണ പേസ്റ്റ് ഒക്കെയാണ്. മൊത്തത്തിൽ ഇതൊരു റേഞ്ച് കൂടിയതാണ്, റേഞ്ച് കുറച്ച് കൂടിയതാണ്. ഇച്ചിരി നേരം നമ്മളൊന്ന് അടച്ചു വെക്കുന്നു. സാധാരണ കുക്കിംഗ് ടൈം ചിക്കൻ്റെ ഇപ്പോഴത്തെ ചിക്കൻ എന്ന് പറഞ്ഞാൽ വേഗം കുക്കാവും, 15 to 20. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ 1-2 സാധനം കൂടി ഇനി ചേർക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് കാത്തിരിക്കണം അല്ലേ? 5 മിനിറ്റ് ആയി ചേച്ചി. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പാണ് കുറച്ച് പെപ്പർ, ബ്ലാക്ക് പെപ്പർ അല്ലേ? ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത്, നമ്മുടെ തോട്ടത്തിൽ തന്നെ പെപ്പറാണ്, പുറത്തില്ല. ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ കുരുമുളക് കൃഷിയൊക്കെ. ഇതാ ചില്ലി ഫ്ലെക്സ്, കുറച്ച് സ്പൈസി ഡിഷാണ്. സ്പൈസി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ചില്ലി ഇതാക്കി
മുളക് കുറെ പച്ചമുളക് ഇറങ്ങിയിട്ടുണ്ട്, പെപ്പർ ഇറങ്ങിയിട്ടുണ്ട്, ഇഞ്ചി ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് തേങ്ങ വറുത്തതാണോ? ഞാൻ പറഞ്ഞല്ലോ ഹൈ റേഞ്ച് ആണെന്ന്. എരിയിലും അല്പം റേഞ്ച് ഉണ്ട്. എല്ലാ റേഞ്ചാണ്, ഭയങ്കര റേഞ്ച് കൂടിയ ഒരു അപ്പൊ ഐറ്റം. ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ആയോ? ചേർത്തോ? എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്ത്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാധാരണ നമ്മൾ ഒരുപാട് കുക്കറി ഷോ, അതായത് ഞാൻ തന്നെ ചെയ്ത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൽ തന്നെ ലാസ്റ്റിലെ ഷെഫുമാർ ഇതെന്റെ രഹസ്യ കൂട്ടം എന്ന് പറഞ്ഞൊരു കൂട്ടെടുത്തിടും. ആ കൂട്ടുകാരെ ഇന്ന് ഇവിടെ ഇല്ലേ? ഏയ്, ഇതിലൊന്നും രഹസ്യമൊന്നുമില്ല. ഇതാണ് എന്താ രഹസ്യം അറിയാം? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതാ അടിപൊളിയായി, നന്നായിട്ട് കുക്കായി ചിക്കൻ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള സമയമായി. റെഡിയായി. പിന്നെ നമ്മൾ ലെമൺ ചേർക്കുമ്പോൾ കുറച്ച് സാൾട്ടിൻ്റെ കുറവുണ്ട് ഇതിൽ. എനിക്ക് എൻ്റെ സാൾട്ട് കറക്റ്റാണ്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ ചിലപ്പോൾ സാൾട്ട് ഇത് കുറവായിട്ട് പറയും. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. കുറച്ചുകൂടെ ലെമൺ നമ്മൾ ഒഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഉപ്പ് കുറവാണെന്ന്. ലെമൺ ചേർക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തതാണ് അല്ലേ? ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ നമ്മുടെ സെലിബ്രിറ്റി ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഹൈ റേഞ്ച് ചിക്കൻ. ഓയിലി അല്ലാണ്ടിരിക്കുകയാണ്. ഓയിലി അല്ല, ഇത് അത്ര ഓയിലി അല്ല. ഇത് നമ്മൾ ഗാർണിഷാണ്. ഇത് ആദ്യം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കാണട്ടല്ലേ? എല്ലാവരും ഒന്ന് കണ്ണിറയെ കണ്ടോളൂ. അപ്പോൾ കണ്ടതൊക്കെ മതി. ഇനി ഈ ഹൈ റേഞ്ചിൽ നിന്നുണ്ട്, ടങ് ട്വിസ്റ്റർ പോലെ ഉണ്ട്, ഹൈ റേഞ്ചിൽ നിന്നുകൊണ്ട് ഹൈ റേഞ്ച് ചിക്കൻ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആസ്വദിക്കാൻ പോകണം. എന്തായിരുന്നാലും മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. എന്നാലും ഒന്ന് നോക്കട്ടെ. ഒരു വലിയ ഹൈ റേഞ്ച് പീസ് തന്നെ ഞാൻ എടുത്തു. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണത് ബാഹുബലി സെക്കൻഡ് പാർട്ട് സിനിമ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുന്ന പോലെ ആയിപ്പോവും. കാരണം ആ പടത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പടമായി പോയി. ഏതാണ്ട് കറക്റ്റ് ചേച്ചി ഈ വിഭവം ഞാൻ അതുമായിട്ട് ഉപമിക്കുക. ഗംഭീര ടേസ്റ്റ് കേട്ടോ. അതിൽ ഒന്നും പറയാനില്ല. ഇത്രയും അത്ഭുതമായിട്ടുള്ള ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് അറിയണ്ടേ? ഒന്നുകൂടെ കാണൂ. ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ എപ്പിസോഡ് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? ഇങ്ങനെ ഒരു പുലിയെ കിട്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ചേച്ചി ഈ ഒരു ഡിഷ് മാത്രമേ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ ചേച്ചിയുടെ അടുത്ത്, ചേച്ചി ഒരെണ്ണം കൂടെ ഉണ്ടാക്കി തരാം, ചേച്ചി എന്തെങ്കിലും ഒരെണ്ണം കൂടെ. നമുക്കൊരു ക്രാബിൻ്റെ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വരികയാണ് കേരളത്തിലെ ആദ്യത്തെ ലേഡി ഷെഫ് ഒരു ക്രാബിൻ്റെ വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഗംഭീരം ചേച്ചി, ഗംഭീരം. ഇത് കയ്യിൽ നിന്ന് വിടാനും തോന്നില്ല. ഞാൻ എത്രയും കഴിച്ച് തീർത്ത് കേട്ടോ, വേറെ തോന്നരുത്. കാരണം ഇങ്ങനെ ആദ്യമായിട്ട് ഒരു എപ്പിസോഡിൽ നിന്ന് ഇങ്ങനെ കനത്ത പോളിംഗ് ഞാൻ നടത്തണേ. അതവിടെ ഇരിക്കട്ടെ. അടുത്ത പോളിംഗിലേക്ക് പോകാൻ സമയമായി. നമുക്ക് അടുത്ത് തുടങ്ങാം. എന്തുവാ അടുത്തൊരു ക്രാബ് പറഞ്ഞത്? ക്രാബ് നമ്മളെ ചിക്കൻ 65 എന്നാണ് എല്ലാവരും കേട്ടത്. അതെ, ഞാൻ ക്രാബ് 65 ഉണ്ടാക്കാം. ക്രാബ് 65 ചിക്കൻ 65 കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് ആദ്യം അത്ഭുതത്തിലേക്ക് പോവാം. ഈ ഓയിൽ നമുക്ക് അടുപ്പിൽ വെക്കാം. നമ്മുടെ ടൈം കളയണ്ടല്ലോ. വേണ്ട വേണ്ട കളയണ്ട. ഇവിടെ സൈഡിലിരിക്കുമ്പോൾ കോൺസെൻട്രേഷനും പോകണം. ഇതൊന്നാണ് കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിൽ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ. നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നമ്മളിത് അല്ല, ഇത് ക്രാബ് ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഈ എണ്ണ ചൂടാവും. പെട്ടെന്ന് നമ്മുടെ ടൈം സേവ് ചെയ്യാം. നടപടിയിലേക്ക് അങ്ങോട്ട് പോവാലോ. ഇതിപ്പോ എത്ര ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും? 50 ml. 1/2 ലിറ്ററിന്റെ പാത്രമാണ്. ഇനി ക്രാബ് ക്ലീനിങ് സെക്ഷനിലേക്ക് പോവാണ്. ക്ലീനിങ് കഴിഞ്ഞു. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മസാല പുരട്ടലാണ്. മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, ടർമറിക് പൗഡർ, അത് ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് ഫെനൽ, കുറച്ച് ചില്ലി ഫ്ലെക്സ്,
പെപ്പർ, പെപ്പർ 1 സ്പൂൺ, ചില്ലി ഫ്ലെക്സ് 2 സ്പൂൺ, അതുപോലെ കാശ്മീരി ചില്ലി ഒരു 3-4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കോട്ടിങ്ങിനാണ് കോൺഫ്ലവറും മൈദയും കൂടി ചേർക്കുന്നത്, കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അതിന് കോട്ടിങ് ഉണ്ടാവില്ല. ഒരു 2 സ്പൂൺ മൈദ ഇടുമ്പോൾ 1 സ്പൂൺ മൈദ ഇടുമ്പോൾ 3 സ്പൂൺ കോൺഫ്ലവർ. ഓക്കെ, അതാണ് എൻ്റെ ഒരു പ്രപ്പോഷൻ. അതെ. പിന്നെ ലെമൺ ജ്യൂസ്, കുറച്ച് വെള്ളം, വാട്ടർ ആഡ് ചെയ്ത് ഇതൊന്ന് നമ്മൾ കുറച്ച് ഓനിയൻ ഇതിലേക്ക് ഇട്ടു, നല്ല സ്ലൈസ് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ മസാല വരട്ടിയിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടലാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കലാണ് അല്ലേ? ഇത് ഫ്രൈ ചെയ്തെടുക്കലാണ്. സ്ലോ ഫയർ മതി. ഇത് പെട്ടെന്ന് തന്നെ, വലിയ ടൈമും വേണ്ടല്ലേ? വേണ്ട വേണ്ട, പെട്ടെന്ന് തന്നെ അത് കോട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇനി ഇത് കാല് ഇതിൻ്റെ സെപ്പറേറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ കോക്കനട്ട് എടുത്തിട്ട് തിന്നായിട്ടാണുള്ളത്, നമുക്കൊന്നും കൂടെ തിന്നാക്കാം. കോക്കനട്ടിനെ ഇവിടെ ചെറുതായിട്ട് കീറിയെടുക്കുകയാണ്. ആയി, അത് റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി ക്രാബിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് അതിൻ്റെ കാല് നമ്മളങ്ങനെ മസാലയിൽ അങ്ങനെ മിക്സ് ചെയ്ത് ഈ കൂട്ടത്തിൽ തേങ്ങയും കൂടിയൊക്കെ ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് സമയത്ത് പരിചയം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും വലിയ എന്നെപ്പോലുള്ളവർക്ക്. ഓഫാക്കാം. നമുക്ക് ഇതിൻ്റെ ഗാർണിഷാണ്, വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. നമ്മുടെ ഗാർണിഷ് ഇവിടെ റെഡിയായി. ഇതൊരു നൊസ്റ്റാൾജിക് ഗാർണിഷാണ്. ആണോ? ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഒക്കെ. ഓ, അപ്പോൾ അതൊന്നും അറിയണമല്ലോ. എനിക്ക് ഏതാണ്ട് എൻ്റെ മനസ്സ് മൈൻഡ് തുടങ്ങി. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ച്. കറക്റ്റ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞപ്പോഴേ പിടിയിട്ടേ. വാ, അത് കലക്കിയ ചേച്ചി. ഇത് കാണേണ്ടവര് പെട്ടെന്ന് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് കണ്ടോളൂ. കുറച്ച് സമയം കാണാൻ കിട്ടത്തുള്ളൂ. ഇതാ അങ്ങനെ കണ്ടത് മതി. ഇത് ആദ്യം സത്യം പറഞ്ഞതിൻ്റെ 2 സൈഡിലായിട്ട് ചേച്ചി നമ്മുടെ ഗൃഹാതുരതയ്ക്ക് നമ്മളെ കുട്ടിക്കാലം ഉണ്ടാക്കി വെച്ചിരിക്കണം. അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ, കാരണം ഒരു ആകാംക്ഷ നിൽക്കട്ടെ. നമ്മുടെ ക്രാബ് 65 എൻ്റെ അണ്ണാന്ന് വിളിച്ച ചേച്ചിയാ നമിച്ച്. നമ്മളല്ലേ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനെന്നും മമ്മൂട്ടി പറയും പോലെ അത്രയ്ക്ക് പൊളിച്ചു വെച്ചിരിക്കുക. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. നമ്മൾ യാതൊരുവിധ രഹസ്യ കൂട്ടോ ഒന്നും ചേർത്തിട്ടില്ല. ചേച്ചിയെല്ലാം നമ്മുടെ മുന്നേ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് ഒന്നുകൂടെ കണ്ടോളൂ. ചെറിയൊരു റീക്യാപ്പ്. അപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വന്ന് ധന്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ ലേഡി ഷെഫ് ലത ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം ലത ചേച്ചി ഈ രുചികളുമായിട്ട് ഇനി ലോകം മുഴുവൻ, ഇപ്പം തന്നെ ലോകത്ത് പലയിടത്തും ചേച്ചിക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇനിയും ഒരുപാട് ആരാധകർ ചേച്ചിക്ക് വരട്ടെ. ഒരുപാട് സെലിബ്രിറ്റീസും നമ്മുടെ സാധാരണ ആൾക്കാരും ഒക്കെ ഒന്ന് ചേച്ചിയുടെ ഈ കൈപ്പുണ്യം അറിയട്ടെ. ചേച്ചി ഇനിയും ഒരുപാട് വെച്ച് വിളമ്പട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇതുമായിട്ട് അങ്ങ് പോവുക. അപ്പം ഞാനിതും കൊണ്ട് അങ്ങ് പോവുകയാണേ.
ഞാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇതുപോലെ ഒരു കിടിലൻ ഷെഫിന്റെ കിടിലൻ വിഭവമായിട്ട് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ വന്നിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടേസ്റ്റി വീക്കെൻഡ്.